Hey, what's up guys? Welcome back to a new video. അപ്പോൾ guys, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റിംഗ്. ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ? കുറേ പേര് പറയുന്നു ട്രേഡ് ചെയ്ത് 100 മില്യൺ 500 മില്യൺ ലക്ഷക്കണക്കിന് ടക്ക റെഡിയാവും. ഓക്കെ, പിന്നെ വേറെ കുറേ പേര് പറയുന്നു ഇൻവെസ്റ്റ് ചെയ്യും, മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യും, അതിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഇതിൽ ചെയ്യും, അതിൽ ചെയ്യും, എന്ത് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ which is best and what should we do and why should we do. Okay, so guys, without wasting any time, let's move on to the video. So guys, trading ആണോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റിംഗ് ആണോ അതോ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റിംഗ് ആണോ? ഓക്കെ, സോ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് ട്രേഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഇന്നത്തെ വീഡിയോയിൽ വിച്ച് ഈസ് ബെസ്റ്റ് ആറ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് നോക്കാം. ട്രേഡിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദ മെയിൻ ബേസിക് ഓഫ് ദ ട്രേഡിംഗ്, അതായത് ട്രേഡിംഗ് എന്ന് വെച്ചാൽ മെയിൻലി അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ടു മേക്ക് ദ മണി. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പൈസ ജനറേറ്റ് ചെയ്യാനുള്ളതാണ്, ടു മേക്ക് മോർ മണി. ഓക്കെ, അതാണ് മെയിൻ കോൺസെപ്റ്റ് ഓഫ് ട്രേഡിംഗ്. മേക്ക് മോർ മണി ഇൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ കുറെ ഫോർമാറ്റ്സ് ഉണ്ട്, ലൈക്ക് ഫോറക്സ് ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിംഗ്, കളർ ട്രേഡിംഗ്, അങ്ങനെ കുറെ വരുന്നുണ്ട്. അത് നമ്മൾ ഓൺ ദ വീഡിയോസിൽ കവർ ചെയ്യും. സോ ഇത് ബേസിക് ആയിട്ട് നമുക്ക് നോക്കുകയാണ് ഏതാണ് ബെസ്റ്റ്. ഓക്കെ, സോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് ഗ്രോ മണി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് എടുക്കുന്നത്. ഓക്കെ, ടു ജനറേറ്റ് മോർ ഇൻകം. സോ അതേ സൈഡിൽ നമ്മൾ ഇൻവെസ്റ്റിംഗിലേക്ക് വന്നാൽ നമുക്ക് വരുന്നത് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, മിനിമം ഫ്രം എ മന്ത്. ഓക്കെ, minimum from a month to every month നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ മിനിമം a year to 3 to 10 to 11 to 12 to 30 മാക്സിമം എത്ര വേണമെങ്കിലും പോകും. ഓക്കെ, മിനിമം a year. ഓക്കെ, നമ്മൾ എത്ര ലോങ് ഇൻവെസ്റ്റ് ചെയ്യണം? മിനിമം a year, ഒരു വർഷം തൊട്ടിട്ട് 2, 3 വർഷം, 4, 5 വർഷം. ഓക്കെ, അതിന് കൂട്ടി വരുമ്പോഴാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റിംഗ് ട്രേഡിംഗ് വന്നിട്ട് നമ്മൾ മണി ഗ്രോ ചെയ്യാനാണ് പറഞ്ഞു. പക്ഷെ അതേ സൈഡിൽ ഇൻവെസ്റ്റിംഗ് ജനറേറ്റ് വെൽത്ത്. സോ ഓക്കെ, സോ നമ്മുടെ വെൽത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനൊന്ന് ഗ്രോ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതിൽ രണ്ടിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. സോ നമ്മൾ ഇൻവെസ്റ്റിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ റിസ്ക് കുറവാണ്, ടൈം ഗ്യാപ്പ് ഉണ്ട്. അതേസമയം നമ്മൾ ട്രേഡിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രാക്ഷൻ സെക്കൻഡ്സിൽ നമുക്ക് മണി ഗ്രോ ചെയ്യാം. സ്വിംഗ് ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇഷ്ടംപോലെ നമ്മൾ ചെയ്തു പറഞ്ഞാൽ മെയിൻ ടാക്ടിക്സ് യൂസ് ചെയ്ത മോർ മണി, ബട്ട് റിസ്ക് ലോ ആയത് ഹിയർ വെൻഡിങ് നമ്മൾ ഇൻവെസ്റ്റിംഗ്. ഓക്കെ, സോ ഇതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദം എവ്രി വൺ ഓഫ് ദം ചെയ്യുന്ന മെയിൻ ഒരു മിസ്റ്റേക്ക് ആണ് ലാക്ക് ഓഫ് നോളേജ്. ഓക്കെ, സോ വിത്തൗട്ട് ഒരു നോളേജ് ചാടി കയറി പോകുന്നു, തക്ക ട്രേഡ് നടത്തുന്നു, പടാതെ ലോസ് ആവുന്നു. അത് മെയിൻ ഒരു റീസൺ ആണ്. ട്രേഡ് ചെയ്യുമ്പോൾ മണി ഭയങ്കര രീതിയിൽ ലോസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡിംഗ് എന്താണെന്ന് നല്ല രീതിക്ക് പഠിക്കുക. എൻ്റെ പഠിക്കാൻ ഞാൻ കമ്പയർ ചെയ്യുന്നൊന്നുമില്ല, നിങ്ങൾക്ക് എവിടെ നിന്നാണ് താല്പര്യം അവിടെ നിന്ന് പഠിക്കുക, അതിനുശേഷം ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ സെക്കൻഡ് വന്നാണ് ഓവർ ട്രേഡിംഗ്. ഒരു ദിവസത്തിൽ മിനിമം ഒരു 1 to 2 to 3 പ്രോഫിറ്റ്സ് മാക്സിമം. ഒരു സിംഗിൾ പ്രോഫിറ്റ് തുടങ്ങിയാൽ മതി. ഓക്കെ, ഒരു സിംഗിൾ പ്രോഫിറ്റ് കിട്ടിയോ ട്രേഡ് ക്ലോസ് ചെയ്യാന്നത്തെ അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ആയി എക്സ്പെർട്ട് ആവുന്നവർ സിംഗിൾ ട്രേഡ് അല്ലെങ്കിൽ ഡുവൽ ട്രേഡ് പ്രോഫിറ്റ് കിട്ടിയാൽ ക്ലോസ് ചെയ്യാൻ മാർക്കറ്റ് വെറുതെ ഓവർ ട്രേഡ് ചെയ്തിട്ട് ഡബിൾ ലോസ് ആവേണ്ട ആവശ്യമില്ല. അതാണ് സെക്കൻഡ് റീസൺ. ഓക്കെ, സോ അത് മെയിനായിട്ട് നിങ്ങൾ കോൺസെപ്റ്റ് ചെയ്തിരിക്കുക. പിന്നെ ഇൻവെസ്റ്റിംഗിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് കുറേ പ്ലാറ്റ്ഫോംസ് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഇഷ്ടം പോലെ കമ്പനീസ് വരുന്നത് ക്രിപ്റ്റോ കറൻസി വേണമെങ്കിൽ ചെയ്യാം. സോ അതെല്ലാം നമ്മൾ ഓൺ ദ വീഡിയോസിൽ കവർ ചെയ്യാം. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞത് എല്ലാവരും ഒരു ഹാബിറ്റ് ആണ്. ട്രേഡിംഗ് ലെറ്റ് ഇറ്റ് ബി ആൻ ഓപ്ഷൻ. ഓക്കെ, ഒരു ഓപ്ഷനില്ല ട്രേഡിംഗ്. കാരണം ചെയ്യണോ വേണ്ടത് ഓരോരുത്തരുടെ പെർസ്പെക്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വ്യൂ ആണ്. ബട്ട് ഇൻവെസ്റ്റ്മെന്റ് എൻ്റെ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവ്രി വൺ ഷുഡ് മേക്ക് ഇറ്റ് ആസ് എ ഹാബിറ്റ്. അതായത് ഒരു ശീലമാക്കുക. സോ അറ്റ് ദ ഏജ് ഓഫ് 18, ഓക്കെ, 18 വയസ്സാകുമ്പോൾ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് അറൗണ്ട് ഒരു 25 to 27 ഇയേഴ്സ് ആകുമ്പോഴേക്കും പെർഫെക്റ്റ് വേയിൽ പെർഫെക്റ്റ് നോളേജോടെ പെർഫെക്റ്റ് സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ആക്കി ഡബിൾ അല്ല ത്രൈസ് വരെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് ഏത് ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ചെയ്താലാണ് വിത്തിൻ 5 to 6 ഇയേഴ്സ് നമുക്ക് കോടിക്കണക്കിന് രൂപ എങ്ങനെ എടുക്കാം
എടുക്കാമെന്ന് ഓണ്ട വീഡിയോസിൽ വരുന്നുണ്ട്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അടിച്ചു വെക്കുക, രണ്ടുപടി ബെൽ ബട്ടൺ അടിച്ചു വെക്കുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്. ഇൻവെസ്റ്റ്മെന്റ് എല്ലാവരും ഒരു ഹാബിറ്റ് ആക്കാൻ നോക്കുക. സോ ഈ 18 വയസ്സ് ആയിട്ടില്ലേ, അച്ഛൻ്റെ അമ്മൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇൻട്രസ്റ്റ് അടിച്ച് പണം അടിക്കാൻ തന്നെയാണ്. ആ 18 ആവുന്ന വരെ പഠിക്കാൻ നോക്കുക. സ്കൂളിൽ പോയി പഠിക്കേണ്ടതല്ല പഠിക്കുന്നത്, അത് പഠിക്കുന്നല്ല പഠിക്കും. സ്കൂളിൽ നിന്ന് കാര്യങ്ങൾ സൈഡ് വഴിക്ക് പോയിക്കോട്ടെ. അതിൻ്റെ കൂടെ ട്രേഡിങ്, സ്റ്റോക്ക് മാർക്കറ്റും ഓക്കെ ഇൻവെസ്റ്റ്മെന്റും ഇതിനെക്കുറിച്ചൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. ഈ പറ്റുന്നില്ലേ, നമ്മൾ തരുന്നുണ്ടല്ലോ ഓൺ പേര്, ചാനൽ സപ്പോർട്ട് ചെയ്യും, പവർ ഇട്ട്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എല്ലാവരും ഒരു ഹാബിറ്റ് ആക്കാൻ നോക്കുക. കിട്ടുന്ന ടൈമിൽ മാക്സിമം അതിനെക്കുറിച്ച് നോളേജ് റിക്കവർ ചെയ്തെടുക്കാനും അതിനെക്കുറിച്ച് നോളേജ് റിക്കവർ ചെയ്യാൻ നോക്കുക. ട്രേഡിംഗ് ലെറ്റ് ഇറ്റ് ബി ആൻ ഓപ്ഷൻ. അങ്ങനെ സ്വന്തമായിട്ടൊരു പണിക്കൊക്കെ പോയി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ചെറിയ ജോബ് കിട്ടി, അല്ലെങ്കിൽ പാർട്ടി ഓൺലൈൻ ചെയ്യുക, കുറേ സ്കിൽസ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ട് ട്രേഡിംഗ് നല്ല രീതിക്ക് പഠിച്ചെടുത്തിട്ട് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയാണ്. മെയിൻ റീസൺ എവിടെ നമുക്ക് കടം എടുത്ത് ലോൺ എടുത്ത് ട്രേഡിംഗിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ, സ്വന്തമായിട്ട് പൈസ എടുത്തിട്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ പണി കിട്ടുന്നില്ല, വെറുതെ ബ്രോ ഹൗ ടു മേക്ക് ഫ്രീ മണി, ഹൗ ടു ഗെറ്റ് അൺലിമിറ്റഡ് മണി, ഓക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ദയവേത് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണികളുണ്ട്. ബട്ട് ഹാർഡ് വർക്കിംഗ് പേഴ്സൺസ് മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ഇഷ്ടം പോലെ സ്കിൽസ് പഠിക്കുക. കോഴ്സുകൾ വേണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ടാവും, വന്നൊന്ന് ഫോളോ അടിച്ച് DM ചെയ്താൽ മതി. ഏത് കോഴ്സ് ആകാൻ വേണ്ടി ചട്ടപ്പട്ടം നമ്മൾ തന്നിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ. അപ്പോൾ എല്ലാം പറഞ്ഞു മത്സരന്മാരെ. സോ എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ അത് എടുക്കുന്നത്. കാരണം ഓവർ തളവള അടിച്ച് ലാഗ് ആക്കുന്നില്ല. സോ ഇൻവെസ്റ്റിംഗ് മേക്ക് ഇറ്റ് ആസ് എ ഹാബിറ്റ്. ട്രേഡിംഗ് നല്ല രീതിക്ക് എക്സ്പെർട്ടൈസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയാൽ മതി. ബട്ട് റൈറ്റ് രീതിയിലുള്ള നല്ല രീതിയിൽ ട്രേഡ് ചെയ്താൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കിട്ടുന്നതിനെക്കാട്ടി ഡബിൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ മെയിൻലി ഒരു കോൺസെപ്റ്റ് ഇതാണ്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മളെ ഇൻവെസ്റ്റ്മെന്റിൽ മന്ത്ലി ഒരു 2000 റുപ്പീസ് വെച്ചിട്ട് ഒരു 2 ഇയേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ അതൊരു 1 ഇയറിന് 24,000 ആവും, ഒരു 2 ഇയറിന് 48,000 ആവും. പിന്നെ നമുക്ക് ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോസ്പെക്റ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം, അതായത് ഒരു പ്രോഫിറ്റ് കമ്പനിയുടെ ഗ്രോത്തിനനുസരിച്ചും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കും ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, സോ ഒരു 48,000 അറൗണ്ട് ഒരു 54,000-56,000, മാക്സിമം 60,000 ആവും. ഓക്കെ, ഈ 60,000. ബട്ട് നമ്മൾ ഈ ട്രേഡിങ്ങിൽ ഡയറക്റ്റ് ആയിട്ട് എവിടെ എങ്ങനെ ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല, അതായത് ജസ്റ്റ് ഒരു 5,000 റുപ്പീസ് മാക്സിമം ഇൻവെസ്റ്റ് അടിച്ചു പറഞ്ഞാൽ 60,000 അല്ല 70,000 to 80,000 വരെ പ്രോഫിറ്റ് അടിക്കാൻ പറ്റും റൈറ്റ് രീതിയിൽ. സോ അതൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ട്രേഡിങ്ങിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമ്മുടെ അപ്കമിങ് വീഡിയോസിൽ വരുന്നുണ്ട്. സോ വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓവർ ലാഗ് അടുപ്പിക്കുന്നില്ല. ഫൈനൽ പോയിന്റ് ഓഫ് വ്യൂ പറയാം. ഇൻവെസ്റ്റ്മെന്റ് ഒരു ഹാബിറ്റ് ആക്കാം, ട്രേഡിംഗ് ഒരു ഓപ്ഷനിൽ ഇട്ടിട്ട് ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒക്കെ വരുമ്പോൾ ചെയ്തു തുടങ്ങാം. അപ്പോഴേക്കും എല്ലാം ഒന്ന് പഠിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇറ്റ്സ് മീ വൈഷ്ണവ്. ഐ ആം എ ബിഗിനർ, സ്റ്റെപ്പ് അപ്പ് വിത്ത് എ ബിഗിനർ. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഏതൊരു കോഴ്സ് വേണമെങ്കിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, DM ചെയ്യുക, നമ്മൾ അതായിരിക്കും. ഓക്കെ, സോ ഗൈസ്, ഇറ്റ്സ് മീ വൈഷ്ണവ് സൈനിങ് ഔട്ട്.